ഓം ശ്രീ സായിരാം. ഇന്നത്തെ ദസ് ടേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന എപ്പിസോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ വിദേശിയായ ഒരു ഭക്തൻ പർത്തിയിലെത്തിച്ചേർന്നു. ഭഗവാൻ അദ്ദേഹത്തിന് വിഭൂതി സൃഷ്ടിച്ചു നൽകി. അപ്രതീക്ഷിതമായി കിട്ടിയ ആ സൗഭാഗ്യത്തിൽ അദ്ദേഹം വളരെയധികം സന്തുഷ്ടനായിരുന്നു. പിന്നീട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ക്ലേശങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിന് തുടരെ രോഗങ്ങൾ പിടിപെട്ടു. കുടുംബാംഗങ്ങളിൽ പലരും അപകടത്തിൽപ്പെടുകയുണ്ടായി. ഈ സാഹചര്യങ്ങളെല്ലാം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നെങ്കിലും ഭഗവാനെ തന്നെ മുറുകെ ആശ്രയിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹവും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയുണ്ടായി. കാർ നിശേഷം തകർന്നുവെങ്കിലും അദ്ദേഹത്തിനും കുടുംബത്തിനും യാതൊരു പരിക്കുകളും ഇല്ലാതെ രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഭഗവാനെ സന്ദർശിക്കുന്നതിനായി പർത്തിയിലെത്തിച്ചേർന്നു. ഭക്തൻ ഭഗവാനോട് അരുളി, ഈ ദുരിതങ്ങളെല്ലാം ഞങ്ങളുടെ കർമ്മഫലങ്ങളാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഭഗവത് സ്മരണ പുലർത്താൻ കഴിഞ്ഞത് സായി കൃപയാണെന്നും ഭക്തനരുളി. ദസ് ടേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. ഭഗവാൻ ഭക്തനോട് അരുളി, ഉയർച്ച കിട്ടണമെങ്കിൽ പരീക്ഷ എഴുതണം. ചുമരിൽ ആണി തറച്ചു കഴിഞ്ഞാൽ അത് ഉറച്ചിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ ഇളക്കി നോക്കും. ആണി ഉറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ചിത്രം തൂക്കിയിടാൻ കഴിയൂ. അതുപോലെ എന്നിലുള്ള നിങ്ങളുടെ ആത്മസംയമനം എത്രയാണെന്നറിയാനും എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസം തകരുന്നുണ്ടോ എന്നറിയാനും ഞാൻ ചിലപ്പോൾ നിങ്ങളെ ഇളക്കി നോക്കാറുണ്ട്. മഹാഭാരത കഥയിൽ കുന്തി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാൽക്കൽ വീണു. ഭഗവാൻ അരുളി, അമ്മേ, നിനക്ക് എന്താണ് വേണ്ടത്? കുന്തി ദേവി പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ദുഃഖങ്ങളും ക്ലേശങ്ങളും മാത്രം നൽകി അനുഗ്രഹിക്കണമേ. കാരണം ദുഃഖങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ മാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്. ദുഃഖങ്ങളും ക്ലേശങ്ങളും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ നിന്നെ ഓർക്കാറില്ല. അതിനാൽ ദുഃഖങ്ങളും ക്ലേശങ്ങളും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പ്രാരാബ്ധങ്ങളും ക്ലേശങ്ങളും നമ്മുടെ കർമ്മഫലങ്ങളാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഭഗവാനെ നിരന്തരം സ്നേഹിക്കുക, സ്മരണ ചെയ്യുക. യഥാർത്ഥ സ്നേഹം സുഖത്തിൽ മാത്രം ആവശ്യമുള്ളതല്ല, ദുഃഖത്തിലും തിളങ്ങുന്നതാണ്. നിസ്വാർത്ഥമായ ആ സ്നേഹത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം. സായി സ്മരണയോടെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമ്മൾ പഠിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ സ്നേഹവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. ജയ് സായിരാം.